നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ PYQ സെക്ഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിന്ന്. ഇന്നലെ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനിയും തുടർന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുകയാണ്. ബാക്കി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ 12ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ഓപ്ഷൻ എ ഐക്യം, വിശ്വാസം, ത്യാഗം. ഓപ്ഷൻ ബി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓപ്ഷൻ സി ഐക്യം, വിശ്വാസം, നേടിയെടുക്കുക. ഓപ്ഷൻ ഡി പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഐക്യം, വിശ്വാസം, ത്യാഗം. സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ ഇൻഡിപെൻഡൻറ്റ് ലീഗ് കിഴക്കൻ ഏഷ്യയുടെ നിയന്ത്രണം റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഏറ്റെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയും ചെയ്തു. INAയുടെ മുൻഗാമിയായി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ലീഗാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും ചേർന്ന് 1942 എവിടെയാണ് നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ്റിന് രൂപം നൽകിയത്? ആസാദ് ഹിന്ദ്, സിംഗപ്പൂരിലാണ്. ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിനെ അംഗീകരിച്ച രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ച വർഷം 1942. ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പുനർനാമകരണം ചെയ്ത വർഷം 1943. INAയുടെ വനിതാ വിഭാഗമായ റാണി ഝാൻസി റെജിമെൻറ്റിൻ്റെ മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്: സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ. ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ഓപ്ഷൻ സി ബിപിൻ ചന്ദ്രപാൽ. ഓപ്ഷൻ ഡി VD സവർക്കർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെ ആസ്ഥാനമായി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1905. പ്രധാന ലക്ഷ്യങ്ങൾ: മതപരമായ ഒരു മനോഭാവത്തോടെ രാജ്യത്തിൻ്റെ ലക്ഷ്യത്തിനായി ജീവിതം സമർപ്പിക്കാൻ തയ്യാറുള്ള വ്യക്തികളെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിനും പ്രക്ഷോഭത്തിനും വേണ്ടി പരിശീലിപ്പിക്കുക. ഭരണഘടനാ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ ജനതയുടെ ദേശീയ താൽപ്പര്യം പ്രോത്സാഹിപ്പിക്കുക. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. സാമൂഹിക സേവനത്തെ പ്രോത്സാഹിപ്പിക്കുക. പൗര ഇടപെടൽ വളർത്തുക. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രങ്ങളാണ് ദ നേഷൻ, ജ്ഞാനപ്രകാശ്, ഹിതവാദ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാണ് MG റാനഡെ. റാനഡെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് എന്ന സ്ഥാപനം ഗോഖലെ ആരംഭിച്ച വർഷം 1908. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോഖലെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ സി സച്ചിദാനന്ദ സിൻഹ. ഓപ്ഷൻ ഡി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് സച്ചിദാനന്ദ സിൻഹ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ് HD മുഖർജിയും VD കൃഷ്ണമാചാരിയും. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്: 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? ഓപ്ഷൻ എ പാർലമെൻ്ററി സംവിധാനം. ഓപ്ഷൻ ബി ഗവൺമെൻറ്റിൻ്റെ ഡ്യുവൽ ഫോം. ഓപ്ഷൻ സി പ്ലൂറൽ എക്സിക്യൂട്ടീവ്. ഓപ്ഷൻ ഡി ഡ്യുവൽ എക്സിക്യൂട്ടീവ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, പ്ലൂറൽ എക്സിക്യൂട്ടീവ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935
5ന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്രത്തിൻ്റെയും പ്രവിശ്യകളുടെയും അധികാരം നിർവചിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935ന്റെ വിഭാഗങ്ങൾ. കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 59 ഐറ്റങ്ങൾ ഉൾപ്പെട്ട ഫെഡറൽ ലിസ്റ്റ്. പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 54 ഐറ്റങ്ങൾ ഉൾപ്പെട്ട പ്രൊവിൻഷ്യൽ ലിസ്റ്റ്. കേന്ദ്ര പ്രവിശ്യ ഭരണങ്ങളുടെ പൊതുവായ വിശദാംശങ്ങൾ അടങ്ങിയ 36 ഐറ്റങ്ങൾ ഉൾപ്പെട്ട കൺകറന്റ് ലിസ്റ്റ്. ഈ നിയമം പ്രവിശ്യകളിലെ ദ്വിതല ഭരണം അവസാനിപ്പിച്ച് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന സംവിധാനം കൊണ്ടുവന്നു. ഭരണസിര കേന്ദ്രത്തിൽ ദ്വിതല ഭരണം ആരംഭിക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമം. 11-ൽ 6 പ്രവിശ്യകളിലും ദ്വിസഭ സമ്പ്രദായം നിർദ്ദേശിക്കപ്പെട്ടു. ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, ആസാം, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും അതായത് അപ്പർ ഹൗസ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതായത് ലോവർ ഹൗസ് രൂപീകരിക്കപ്പെട്ടു. അധസ്ഥിത വിഭാഗങ്ങൾ അഥവാ പട്ടികജാതി വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക ഇലക്ടറേറ്റുകൾ രൂപീകരിക്കാൻ ഈ നിയമം കാരണമായി. ആകെ ജനസംഖ്യയുടെ 10% കൂടി വോട്ടവകാശം നൽകി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രഖ്യാപിതമായ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം അസാധുവാക്കി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഒരു ഉപദേശക സമിതി ഉണ്ടായിരിക്കണമെന്ന് ഈ നിയമം നിർദ്ദേശിച്ചു. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവയുടെ രൂപീകരണത്തിന് നിർദ്ദേശങ്ങൾ നൽകി. ഇനി 16ാമത്തെ ചോദ്യമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഏത് രാജ്യമായിരുന്നു? ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി ബ്രസീൽ. ഉത്തരം ഓപ്ഷൻ ബി ചൈനയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. രണ്ടാമത് അമേരിക്ക. നീതി ആയോഗിൻ്റെ GTRIയുടെ ഡാറ്റ പ്രകാരം ടു-വേ കൊമേഴ്സിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈന മാറി. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. 2011 സെൻസസ് പ്രകാരം പട്ടിക 1 പട്ടിക 2മായി പൊരുത്തപ്പെടുത്തുക. നമ്മൾ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളത് പറയാം. പശ്ചിമ ബംഗാൾ പട്ടികജാതി ജനസംഖ്യയുടെ 2ാമത്തെ ഉയർന്ന പങ്ക്. ബീഹാർ ഏറ്റവും ഉയർന്ന ജനസംഖ്യ സാന്ദ്രത. മഹാരാഷ്ട്ര ഏറ്റവും ജനസംഖ്യയുള്ള 2ാമത്തെ സംസ്ഥാനം. ഛത്തീസ്ഗഡ് ഏറ്റവും ഉയർന്ന ശിശുമരണ നിരക്ക് IMR. ഇനി നമുക്ക് ജനസംഖ്യയെക്കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ 2ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് ന്യൂഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ 16.6%. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യ 8.6%. ഇനി ജനസാന്ദ്രത നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനസാന്ദ്രത 382 per സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറും ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ 2ാമത്തെ സംസ്ഥാനം പശ്ചിമ ബംഗാളും ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനം മിസോറാമാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. അടുത്തത് 18ാമത്തെ ചോദ്യമാണ്. പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി ഏത്? പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ 4ാമത്തെ, ഓപ്ഷൻ ബി 6ാമത്തെ, ഓപ്ഷൻ സി 9ാമത്തെ, ഓപ്ഷൻ ഡി 12ാമത്തെ. ഉത്തരം ഓപ്ഷൻ സി 9ാമത്തെ എന്നുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 1997 മുതൽ 2002 വരെയായിരുന്നു. 9ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയായിരുന്നു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. അത് PSCയുടെ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി എന്നാണ് കേട്ടോ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. രാജ്യത്ത് നിലനിൽക്കുന്ന
സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി വർത്തിക്കുന്നതിനാണ് 9ാം പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകിയത്. ഇനി 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം, ദാരിദ്ര്യ നിലവാരം കുറയ്ക്കൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ച, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യാ നിരക്ക് നിയന്ത്രിക്കുക, ഒരു സ്വതന്ത്ര വിപണി സൃഷ്ടിക്കൽ, സ്വകാര്യ സാമ്പത്തിക നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക, പ്രത്യേക സാമൂഹിക ഗ്രൂപ്പുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ സംരക്ഷിക്കൽ, സ്ത്രീ ശാക്തീകരണം പോലുള്ള സാമൂഹിക പരിപാടികളുടെ പ്രോത്സാഹനം, ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കൽ, തൊഴിലിന് തുല്യ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ദാരിദ്ര്യം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക. അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. 1969 MRTP നിയമത്തിന് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? 1969 MRTP നിയമത്തിന് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, മത്സരവും ന്യായമായ വ്യാപാരവും അപകടത്തിലാക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നു. ഓപ്ഷൻ ബി, വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കുത്തക അധികാരം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിയമം. ഓപ്ഷൻ സി, ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഓപ്ഷൻ ഡി, ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ഈ നിയമം നിർത്തലാക്കപ്പെട്ടു. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇനി എന്താണ് MRTP ആക്ട്? മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്. MRTP ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1969. സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രവർത്തനം സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രീകരണത്തിലേക്ക് നയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും അതുവഴി കുത്തക നിയന്ത്രിക്കാനും നിയന്ത്രിതവുമായ വ്യാപാര സമ്പ്രദായം നിരോധിക്കാനുമാണ് MRTP ആക്ട് ലക്ഷ്യമിടുന്നത്. MRTP ആക്ട് റദ്ദാക്കുകയും പകരം 2022 നിയമം നിലവിൽ വരികയും ചെയ്തു. കോമ്പറ്റീഷൻ ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2009 സെപ്റ്റംബർ 1 നിയന്ത്രിത രീതികളിലും കുത്തക സ്വഭാവത്തിലും ഏർപ്പെട്ടിരുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കുമെതിരെ നടപടിയെടുക്കാൻ MRTP നിയമം സർക്കാരിനെ അധികാരപ്പെടുത്തി. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. ഒന്നാമത്തത്, ഇന്ത്യ ഇംഗ്ലണ്ടിൽ നിന്ന് കനത്ത വ്യാവസായിക യന്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും വളരെ ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്തു. രണ്ടാമത്തത്, ഇന്ത്യയെ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഇംഗ്ലണ്ടിന് ഹോം ചാർജുകൾ നൽകി. 3. ബ്രിട്ടീഷ് വ്യാവസായിക വിപ്ലവത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ കയറ്റുമതി ചെയ്തു. 4. ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയച്ചു. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുമെന്നും നവറോജി ചൂണ്ടിക്കാട്ടി. ഇത് ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ചോർച്ച സിദ്ധാന്തത്തെ അഥവാ ഡ്രെയിൻ തിയറിയുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 1901 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യമാണ് ബ്രിട്ടൻ. ഇനി സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയച്ചു, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ, ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ഇന്ത്യയെ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഇംഗ്ലണ്ടിന് ഹോം ചാർജുകൾ നൽകി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്